ഒരു ദിവസം ഈ പുലി വരുതേ എന്ന് പറഞ്ഞ് ഒരു ദിവസം പുലി വരുമെന്ന് പറഞ്ഞു. പക്ഷെ ആര് പറഞ്ഞില്ല, പുലി വരുകയും ചെയ്ത് ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ കൊടുത്തേച്ച് പുലി വന്ന് സ്ഥലവും മേടിച്ചുകൊണ്ട് പോയി. ആ 5 ലക്ഷം ഞങ്ങൾക്ക് കിട്ടിയില്ല, അത് നേതാക്കന്മാരുടെ പോക്കറ്റിൽ വീണു. എസ്റ്റേറ്റിൻ്റെ പുറത്ത് മാത്രമേ നടപടിക്രമങ്ങൾ നടക്കുന്നുള്ളൂ, എസ്റ്റേറ്റിൻ്റെ അകത്ത് നടക്കുന്നില്ല. ഇപ്പം ഞങ്ങൾ അന്നും ഇന്നും ചോദിക്കുന്നത്, ചെറുവള്ളി എസ്റ്റേറ്റ് ഇല്ലാതെ എങ്ങനെ എയർപോർട്ട് പണിയാൻ പറ്റും? 5 ലക്ഷം എന്ത് ചെയ്യും? എവിടെ പോയി? നേതാക്കന്മാരുടെ കീശ വീർത്തല്ലാതെ ഇവർ ഞങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കി ഉച്ചച്ച് പോവല്ലാതെ നമുക്കൊരു പൈസ പോലും തന്നിട്ടില്ല. ബെയർ മിനിമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കൂടുതൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കായിരിക്കും മിനിമം സ്ഥലം കൊടുക്കുന്നത്. അത് ഇവിടെ പാലിച്ചിട്ടില്ല. അപ്പോൾ അവർ സർക്കാർ പറയുക വികസനത്തിന് വേണ്ടി, ഭാവി വികസനത്തിന് വേണ്ടിയാണ്. ഈ ഭാവി വികസനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാലും അവരുടെ പ്ലാനോ പദ്ധതികളോ അവർക്കില്ല. നമസ്കാരം. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റിലെ 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനാണ് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. എന്നാൽ സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. പദ്ധതിക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഭൂമി എത്രയാണ് എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഹൈക്കോടതി നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇവിടെ വർഷങ്ങളായി ഈ മേഖലയിലുള്ള ജനങ്ങളുടെ കാത്തിരിപ്പാണ് ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനം പറന്നുയരും എന്നുള്ളത്. അതിനുവേണ്ടി വിദഗ്ധ സമിതിയുടെ പഠനം, സാമൂഹികാഘാത പഠനങ്ങളൊക്കെ നടത്തുകയും പലതവണ പദ്ധതിക്കായി അവസാന ഘട്ടത്തിലെത്തിയെന്ന് പറയുമൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പ്രതീക്ഷയ്ക്കൊക്കെ മങ്ങലേൽക്കുകയാണ്. സർക്കാരിന് വീഴ്ച വരുത്തിയതിനാൽ ഇത്തരത്തിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. അതുമാത്രമല്ല, ഇതിന് പുറമെ ഈ ചെറുവള്ളി എസ്റ്റേറ്റിന് 2500ഓളം ഏക്കർ ഭൂമിക്ക് പുറമെ മറ്റ് സ്ഥലങ്ങളിലെ ഭൂമി കൂടി ഏറ്റെടുക്കേണ്ടതായി വരും. അങ്ങനെ 350ഓളം കുടുംബങ്ങളെ ഇത് ബാധിക്കും. ഈ എയർപോർട്ട് സംബന്ധിച്ച് പ്രദേശവാസി എന്ന നിലയിൽ താങ്കളും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അല്ലേ? സമീപിച്ചിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ച് ആദ്യത്തെ വിധി നല്ല രീതിയിൽ കിട്ടിയതാണ്. ആദ്യം ഞങ്ങൾ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി കോഴ്സ് ചെയ്തതാണ്. കാര്യം സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡിയിലെ പോരായ്മകൾ ഞങ്ങൾ ഒത്തിരി ചൂണ്ടിക്കാട്ടി. കാരണം തെറ്റായ രീതിയിലാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ അതനുസരിച്ച് സർക്കാർ അത് ആദ്യത്തെ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി മൊത്തം വിഡ്രോ ചെയ്തു. എന്നിട്ട് 0യിൽ നിന്ന് അവർ വീണ്ടും തുടങ്ങി. ഇപ്പം ആ വിധി ഇപ്പം വീണ്ടും ഹൈക്കോടതി റദ്ദ് ചെയ്തേക്കാണ്, ആ വിജ്ഞാപനം. കാരണം എന്നാന്ന് വെച്ചാൽ ഈ ബെയർ മിനിമം എന്നൊരു കാര്യമുണ്ട്. ആ ബെയർ മിനിമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ബെയർ മിനിമം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു വലിയ പദ്ധതി വരുമ്പം മിനിമം സ്ഥലമെടുക്കുക, കൂടുതൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കായിരിക്കും മിനിമം സ്ഥലം എടുക്കുക. അതിവിടെ പാലിച്ചിട്ടില്ല. കാര്യം 2570 ഏക്കറും സർക്കാർ ഏറ്റെടുക്കാനുള്ള ഒരു നടപടിയാണ് കൈക്കൊണ്ടത്. അത് ഹൈക്കോടതി ചോദിച്ചു, എയർ മിനിമം എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നു? അപ്പം സർക്കാരിന് മറുപടിയില്ല. അപ്പോൾ സർക്കാർ പറയുക വികസനത്തിന് വേണ്ടി, ഭാവി വികസനത്തിന് വേണ്ടിയാണ്. ഈ ഭാവി വികസനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാലും അവരുടെ പ്ലാനോ പദ്ധതികളോ അവർക്കില്ല. ഈ എസ്റ്റേറ്റിന് പുറത്തുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് നടത്തിയത്? എസ്റ്റേറ്റിൻ്റെ പുറത്ത് മാത്രമേ നടപടിക്രമങ്ങൾ നടക്കുന്നുള്ളൂ, എസ്റ്റേറ്റിൻ്റെ അകത്ത് നടക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് തൊട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഉടമസ്ഥാവകാശ തർക്കം പാലാ കോടതിയിൽ കേസ് നമ്പർ OS 72 ആണെന്ന് തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുക. അത് അടുത്ത വർഷത്തേക്ക് അതിൻ്റെ ഹിയറിംഗ് നീട്ടി വെച്ചിരിക്കുക. അപ്പം ഞങ്ങൾ അന്നും ഇന്നും ചോദിക്കുന്നത്, ചെറുവള്ളി എസ്റ്റേറ്റ് ഇല്ലാതെ എങ്ങനെ എയർപോർട്ട് പണിയാൻ പറ്റും? അപ്പം ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുകയല്ലേ. ഞങ്ങൾക്കൊരു ലോൺ എടുക്കാനോ പണയം വെക്കാനോ അല്ലെ സ്ഥലം വിൽക്കാനോ ഒന്നും പറ്റത്തില്ല. സാധാരണ ഒരു 350 വീട്ടുകാർ ഇത് ദുരിതം അനുഭവിക്കുക. ഇത് ആൾക്കാർ നോക്കുമ്പോൾ ഇത് ഭയങ്കര വികസന വിരോധികളെന്ന് പറയും. പക്ഷേ ഞങ്ങൾ വികസന വിരോധികളല്ല. ശരിയായ രീതിയിൽ ഇതിനെ സമീപിക്കുക, പഠിച്ചിട്ട് ശരിയായ രീതിയിൽ സമീപിക്കുക, എല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. സർക്കാർ ഹിയറിങ്ങിലൊക്കെ നിങ്ങൾ ഈ കാര്യം പറഞ്ഞില്ലേ? ഞങ്ങൾ എരുമേലിയിൽ നടന്ന ഹിയറിങ്ങിലും ഏകദേശം 4 ഹിയറിങ്, എരുമേലി 2 ഹിയറിങ്ങും മുക്കട 2 ഹിയറിങ്ങും ഞങ്ങൾ റിപ്പോർട്ട് സഹിതം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. അതുപോലെ പശ്ചിമഘട്ടം ആണിത്. ഈ നിങ്ങൾക്ക് ഒരുപക്ഷെ അവിടെ വന്നതെന്ന് അറിയാൻ പറ്റും, കാര്യത്തോട് ഭാഗങ്ങളിൽ വരണം. 34 തൊട്ട് 170 പൊക്കമുള്ള കെട്ടിടങ്ങൾ പൊക്കത്തിൽ മണ്ണിട്ട് ലെവൽ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഭൂമി ലെവലാകത്തുള്ളൂ, റൺവേ പണിയത്തുള്ളൂ. അതുപോലെ കാര്യത്തോട് തോട് കഴിഞ്ഞ് വേണം റൺവേ വരുന്നത്. മനസ്സിലായല്ലോ? മണ്ണിട്ട് നികത്തേണ്ടി വരും. അപ്പം ഈ കാര്യത്തോട് തോടെന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഒത്തിരി നീരുറവുകൾ ചെറുവിള എസ്റ്റേറ്റിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതും വെള്ളത്തിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ഇന്നത്തെ കാലത്ത് വെള്ളം എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അങ്ങനെയുള്ള നീരുറവുകൾ നിന്ന് കഴിഞ്ഞാൽ കുടിവെള്ള ക്ഷാമം വരും.
ചെറുവള്ളി എസ്റ്റേറ്റിനകത്ത് നിൽക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരത്തില്ല. വർഷങ്ങളായി ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമിയിൽ താമസിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഇപ്പോൾ പതിവായി കേൾക്കുന്നതാണ് വിമാനത്താവളം ഇവിടെ വരും എന്നുള്ളത്. ഇപ്പോൾ കേൾക്കുന്നു സർക്കാർ വിജ്ഞാപനം, ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം അത് റദ്ദാക്കി എന്നുള്ളതാണ്. അത് നിങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ രണ്ടാമത്തെ പഠനമാണ് അവരാവശ്യപ്പെട്ടത്. അതിനനുസരിച്ച് ആദ്യം ഒന്നെടുത്തു, അത് തൃപ്തിയായിട്ടില്ല അവർക്ക്. രണ്ടാമത്തെ ഇപ്പം എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ പാലാ കോടതിയിലാണ് അതിൻ്റെ കേസിൻ്റെ ഇത് വസ്തു സംബന്ധിച്ചുള്ള തർക്കം അവിടെയാണ് നടക്കുന്നത്. അത് ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു തീർപ്പ് അവിടെ നടന്നായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞെന്നുള്ള ഒരറിവാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ ചാരിറ്റബിൾ അവർക്ക് വേണ്ടിയാണ് അടുത്ത മാസം 6-ാം തീയതിയിലോട്ട് കോടതിയിലെ വസ്തു സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനം ആകാൻ വേണ്ടി 6-ാം തീയതി മാറ്റി വെച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ കോടതി ഇങ്ങനൊരു വിജ്ഞാപനം റദ്ദാക്കി എന്നുള്ള ഒരു നടപടിയിലോട്ട് നീങ്ങിയേക്കുന്നത്. അത് ഭൂമിയെ സംബന്ധിച്ച് അവർക്ക് ഇത്രയും സ്ഥലം ആവശ്യമില്ലല്ലോ എന്നുള്ള ഒരു തീരുമാനമാണ് ഈ എസ്റ്റേറ്റിലെ ചാരിറ്റബിൾ ട്രസ്റ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചാണ് കോടതി ഇപ്പം ഗവൺമെൻറ്റിനോട് ഇങ്ങനെയുള്ളൊരു ആവശ്യം. ഈ ഭൂമിയുടെ ഒരവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, എങ്ങനെയാണ്? ചതുരാകൃതിയിലുള്ള ഒരു ഭൂമിയാണെന്നാണ് അറിവ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ ചതുരത്തിൽ എടുത്താൽ നമുക്ക് റൺവേക്കുള്ള ഇത് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് പുറത്തുള്ള സ്ഥലവും കൂടെ ഏറ്റെടുത്ത് നീളത്തിൽ, അത് റൺവേ നീളത്തിലാണല്ലോ, അങ്ങനെ എടുക്കുന്നെന്നാണ് അറിവ് കിട്ടിയേക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും വിമാനത്താവളം വരുന്നത് നിങ്ങൾ അനുകൂലിക്കുകയല്ലേ? തീർച്ചയായും ഞങ്ങൾ അനുകൂലം തന്നെയാണ്. എല്ലാ തൊഴിലാളികളും അനുകൂലിച്ചാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട പരിഗണന അത് സർക്കാർ എങ്ങനെയെങ്കിലും നിങ്ങളെ ഹിയറിങ്ങിൽ വല്ലതും വിളിച്ചു വരുത്തി എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നോ? ഇത് മൊത്തത്തിലൊന്ന് വിളിച്ചായിരുന്നു. നമ്മുടെ എരുമേലി വെച്ച് അത് നടത്തിയായിരുന്നു. അത് പല അഭിപ്രായങ്ങളും ഭിന്നതകളും എല്ലാം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിയിലുള്ളവരുടെ സ്ഥലം സംബന്ധിച്ചുള്ള ചിലർ കേസിന് പോകുന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് എസ്റ്റേറ്റിൽ അവർക്കും ഒരു എന്തെങ്കിലും വേണം എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കാം അവർ. അതിനായിരിക്കാം ഇത് നീട്ടി കൊണ്ടുവന്നത്. ഞങ്ങളുടെ എല്ലാ ആവശ്യവും ഇവിടെ വരണമെന്നാണ്. പക്ഷേ നമുക്ക് തടയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എല്ലാ തൊഴിലാളികളും അനുകൂലിച്ച് നിൽക്കുന്നത്. നേരത്തെ ഈ എസ്റ്റേറ്റ് കൊടുക്കാൻ വേണ്ടി, ഇത് കൈമാറാൻ വേണ്ടി ഇന്നപ്പോൾ പണ്ട് ഇത് വിൽക്കുമെന്നും പറഞ്ഞപ്പോൾ അപ്പോൾ എല്ലാവരും പറഞ്ഞ് വിൽക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അന്നേരം ഞങ്ങൾ പറഞ്ഞു ഒരു ദിവസം ഈ പുലി വരുതേ എന്ന് പറഞ്ഞ് ഒരു ദിവസം ഈ പുലി വരുമെന്ന് പറഞ്ഞു. പക്ഷെ ആര് പറഞ്ഞില്ല പുലി വരുകയും ചെയ്ത്. ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ കൊടുത്തേച്ച് പുലി വന്ന് സ്ഥലവും മേടിച്ചുകൊണ്ട് പോയി. ആ 5 ലക്ഷം ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് നേതാക്കന്മാരുടെ പോക്കറ്റിൽ വീഴുന്നു. ഞങ്ങൾക്ക് വലിയ പ്രയോജനമുണ്ടോ? പിന്നെ ലാസ്റ്റ് 10 പേർക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് വന്ന് അവിടെ എന്നെ ഈ 5 ലക്ഷത്തിൻ്റെ ഇത് അടയ്ക്കണമല്ലോ, എന്തോ ടാക്സ് അടയ്ക്കണം. അങ്ങനെ 10 പേർക്ക് വന്നപ്പോഴാണ് ആ പുലി വന്നതും കാശ് കൊടുത്തതും ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ അവിടെ ചെന്ന് ഇവിടുന്ന് വായ്പ മേടിച്ച് ആ 10 പേര് ഇവിടുന്ന് എല്ലാം പൈസ മേടിച്ച് 10 പേര് തിരുവനന്തപുരത്ത് ചെന്ന് ഹൈക്കോടതിയിൽ ചെന്നപ്പോഴത്തേന് അവർ പറഞ്ഞു 5 ലക്ഷം രൂപ വീതം നിങ്ങളെല്ലാവരും മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നിന്ന് വാ പൊളിച്ച്. 5 ലക്ഷം എന്ത് ചെയ്യേ? എവിടെ പോയി? നേതാക്കന്മാരുടെ കീശ വീർത്തതല്ലാതെ ഇവർ ഞങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കി ഉച്ചച്ച് പോവല്ലാതെ നമുക്കൊരു പൈസ പോലും തന്നിട്ടില്ല. അവരിന്നും അത് തന്നെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം പുലി വരും, ഇത് എയർപോർട്ട് വരും. ഞങ്ങൾക്ക് ഇവിടെ എത്രയും പെട്ടെന്ന് വരണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക്. ഇവിടെ തോട്ടം മേഖലയിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഉടമാവകാശം കിട്ടണം. KP യോഹന്നാൻ അത് ഗവൺമെൻറ് കൊടുക്കത്തില്ല. അതാണ് ഈ തർക്കം വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തോ അതിൽ ശക്തമായിട്ട് ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കും. പല കാരണം കൊണ്ട് നീണ്ടു പോയി എയർപോർട്ട്. അത് ഈ ഇവർ തടസ്സങ്ങൾ പറയുന്നതല്ലേ, കമ്പനി തടസ്സം പറയുന്നതല്ലേ, സർക്കാരിനൊരു തടസ്സവുമില്ല. എത്രയും പെട്ടെന്ന് എയർപോർട്ട് വരണമെന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഹൈക്കോടതിയാണ് ഇടപെട്ടിരിക്കുന്നത്. സർക്കാർ ഉത്തരവ് ഈ വിജ്ഞാപനം അത് റദ്ദാക്കിയിരിക്കുകയാണ്. റദ്ദാക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്ര ഏക്കർ വേണമെന്നുള്ള കാരണം കാണിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അത് തിങ്കളാഴ്ച അവർ ഗവൺമെൻറ് കോടതി പോകും. കോടതി പോയി അതിൻ്റെ കാരണം കാണിക്കും, ഇത്ര ഏക്കർ വേണമെന്നുള്ള. കുറേ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് നിങ്ങളോട് അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു? ഞങ്ങളോടെല്ലാം അന്വേഷിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം കറക്റ്റായിട്ടുള്ള റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യവും കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങൾക്കൊരു തടസ്സമൊന്നുമില്ല.
പിന്നെ കമ്പനി ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടി പലതും അവർ നടത്തും. അവരുടെ പിന്നെ ഇത് പട്ടയമില്ല, 2 പേർക്കും പട്ടയമില്ല. പിന്നെ കമ്പനിക്കും ഇല്ല, സർക്കാരിനും ഇല്ല. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിനെ ഏറ്റെടുക്കുക ഇത് ഭൂമി. ഓരോന്നും ഇങ്ങനെ ഇന്ന് വരുന്നു നാളെ വരുന്നു എന്ന് പറഞ്ഞിട്ട് മാറി മാറി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും കാണുന്നത്. ഇന്നലെ ഒരു ന്യൂസ് കണ്ടു, റദ്ദാക്കിയൊന്നും പറഞ്ഞുകൊണ്ട് ഇനി പുതിയ പഠനം വേണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം വികസനം ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം കിട്ടണം, എയർപോർട്ട് വരണം, അത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് മാറി മാറി പോകുന്നു ഓരോന്നും എന്നുള്ളൊരു വിഷമമേ ഉള്ളൂ. എന്തൊക്കെ വികസനമാണ് നടത്തുന്നത്, അതിന് എത്രത്തോളം ഭൂമിയാണ് ആവശ്യമുള്ളതെന്ന് ഈ പഠന റിപ്പോർട്ടുകളിലൊന്നും വ്യക്തമാകുന്നില്ല. ഈ വേണ്ടത്ര ഭൂമിയുടെ അളവ് നിർണ്ണയിക്കുന്നതിനായി പുതിയ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതേപ്പറ്റി പഠനം നടത്തുന്നതിന് വേണ്ടി വിമാനത്താവളം അടക്കം സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളെ ഉൾപ്പെടുത്തിയ ഒരു സംഘം രൂപീകരിക്കണമെന്നും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എരുമേലിയിലെ ചെറുവള്ളി എസ്റ്റേറ്റിലെ വിമാനത്താവളം എന്നൊരു പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെ കരുതുന്നത്. വിദഗ്ധമായ പഠനങ്ങൾ നടത്തി അത് പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇവിടെ തന്നെ നടപ്പിലാക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുതന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.